തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. ഇന്ന് വൈകുന്നേരം ഓൺലൈനായാണ് യോഗം ചേരുന്നത്. ദേവസ്വം മന്ത്രി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്ര ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇപ്പോൾ കേരളീയരുടെ അല്ലെങ്കിൽ തന്നെ സാംസ്കാരിക ലോകത്തെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു കലാ രൂപം തന്നെയാണ് തൃശൂർ പൂരം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി ചർച്ച ചെയ്യാനായിട്ടാണ് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ യോഗത്തിലേക്ക് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്? ഒപ്പം ഈ ഒരു ഓൺലൈൻ യോഗത്തിലൂടെ പ്രതിസന്ധി ഇല്ലാതാകാൻ സാധ്യതയുണ്ടോ? ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വലിയ ഉത്സവാഘോഷമാണ് തൃശൂർ പൂരം. ഇത്തവണ നാളിതുവരെ ഇല്ലാത്ത ഒരു തറവാടക കൊച്ചിൻ ദേവസ്വം ബോർഡ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. 2.25 കോടി രൂപ തൃശൂർ പൂരം നടത്തുന്നതിന് വേണ്ടി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകണം എന്നുള്ള ഒരു അറിയിപ്പാണ് അവർക്ക് ലഭിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ പൂരം ചടങ്ങിൽ മാത്രമായി ഒതുക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തിയിട്ടും തീരുമാനമായില്ല. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവിടെ ഈ അടുത്ത മാസം 3-ാം തീയതി എത്തുന്ന പ്രധാനമന്ത്രിക്ക് മുമ്പിൽ മിനി പൂരം അവതരിപ്പിക്കാൻ വേണ്ടി പാറമേക്കാവ് ദേവസ്വം തീരുമാനമെടുത്തത്. ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് ഇന്ന് വൈകിട്ട് 7:30 ഓൺലൈൻ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത്. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ, അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള 2 മന്ത്രിമാർ, ഒന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, അതേപോലെ തന്നെ റവന്യൂ മന്ത്രി K രാജൻ, അതുകൂടാതെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്ര ഭാരവാഹികൾ, ഇവരെല്ലാം കൂടി ചേർത്ത് ഉള്ള ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണ് ഇന്ന് വൈകിട്ട് 7:30 മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ളത്. ഇവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്ന തറവാടക ഇത് നൽകാനാവില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. അത്തരം കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ചർച്ച ചെയ്യും. അത് മാത്രമല്ല, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തൃശ്ശൂരിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞത്, തൃശ്ശൂർ പൂരത്തിന് തടസ്സം നിൽക്കുന്ന എന്ത് നടപടി ഉണ്ടായാലും BJP ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരും. ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന്റെ വികാരമാണത്. അതിനെതിരെ എന്ത് നടപടി വന്നാലും ഇതിനെതിരെ ശക്തമായി BJP മുൻനിരയിൽ ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി BJP നൽകി കഴിഞ്ഞു. ഇതിന്റെ എല്ലാം കൂടി പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി വൈകിട്ട് 7:30 ഓൺലൈൻ യോഗം വിളിച്ചത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ പ്രധാനമന്ത്രി കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ മിനി പൂരം നടത്തി ക്ഷേത്ര ഭാരവാഹികൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇത് വലിയ ജനവികാരത്തിന് എതിരാകുമെന്ന് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കാതെ വേറെ സ്ഥലമില്ല എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മഞ്ജുഷ. വിനോദ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ദേവസ്വം കൃത്യമായ ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തറവാടക നിശ്ചയിച്ചിരിക്കുന്നത് പൂരം പ്രതിസന്ധിയെ തന്നെ വളരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ഏറെ പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ എക്സിബിഷൻ നടത്താനും ഒപ്പം തൃശ്ശൂർ പൂരം മികവോടെ നടത്തുക എന്നുള്ളത് ഏതൊരു പൂരപ്രേമിയുടെയും ആഗ്രഹമാണ്, ഒരു ഉത്സവമാണ് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഈ സാഹചര്യത്തിൽ ഏതൊരാൾക്കും, ഒരു സാധാരണക്കാരന് പോലും ഈ തൃശ്ശൂർ പൂരം പ്രതിസന്ധി എന്ന് പറയുന്നത് മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഈ ഓൺലൈൻ യോഗത്തിലൂടെ ഒരു തീരുമാനത്തിലെത്താതെ, വിനോദ് പറഞ്ഞതുപോലെ ഒരു തീരുമാനത്തിലെത്താതെ മറ്റൊരു വഴിയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് അധികൃതർ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ബോധ്യം വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, വിശ്വാസികളുടെ വിഷയത്തിൽ ഇടപെടുന്നത് വളരെ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഇപ്പോഴത്തെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണമെന്നുള്ള കടുത്ത നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് അത് ബോധ്യമുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി കടുത്ത ശ്രമം തന്നെ നടത്തി. അതിന്റെ ഫലമായി 20 ലോക്സഭാ സീറ്റിൽ 19 LDFന് തോൽക്കേണ്ടി വന്നു. ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാനായത്. വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ വന്നത്. സമാനമായ അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഇത്തവണ ശബരിമല അല്ല എങ്കിൽ തൃശ്ശൂർ പൂരമാണ് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലക്കാരുടെ മാത്രം വികാരമല്ല, കേരളീയരുടെ മാത്രം. കേരളത്തിന്റെ തന്നെ വികാരമായ തൃശ്ശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിന്ന് യോഗം ചേരുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് യോഗം ചേരുക. ദേവസ്വം മന്ത്രി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്ര ഭാരവാഹികളാണ് യോഗത്തിൽ പങ്കെടുക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു MK വിനോദ്.